ഹലോ ആൾ, എന്താണ് എല്ലാവരുടെ വിശേഷം? എല്ലാവരും ഓക്കെ അല്ലേ? ഇന്ന് നമുക്ക് അങ്ങ് ദൂരെ ഓറഞ്ച് പൂക്കൾ മാത്രം വിരിഞ്ഞ് നിൽക്കുന്ന ഒരു കാട്ടിലേക്ക് പോയാലും. പക്ഷേ ഇതൊരു കാടല്ല, വളരെ വൃത്തിയായും ഭംഗിയായും വെട്ടി വളരെ നന്നായിട്ട് കെയർ ചെയ്ത് വളർത്തിക്കൊണ്ട് വരുന്ന ഒരു നിര റോസ. ഇതൊരു റോസ് ഗാർഡനാണ്, ഓറഞ്ച് റോസുകൾ മാത്രമുള്ള ഒരു റോസ് ഗാർഡൻ. ഈ റോസ് ഏതാണെന്ന് നമ്മളിൽ ഏകദേശം പേർക്കും മനസ്സിലാകും. കാരണം റോസാ ചെടികൾ ഇഷ്ടമുള്ളവർക്ക് ഏത് റോസ കണ്ടാലും പെട്ടെന്ന് മനസ്സിലാകും. ഇത് നമ്മുടെ ജഡിക ഓറഞ്ച് എന്ന് പേരുള്ള, അതല്ലെങ്കിൽ നമ്മൾ ഓറഞ്ച് ഫ്ലോറിബണ്ട എന്ന് വിളിക്കുന്ന ഒരു റോസ് വെറൈറ്റിയാണ്. നമ്മളിതിന് മുന്നേ ഒരു 7 days കാർഡ് കണ്ടു. അതിന് തൊട്ടടുത്തായിട്ട് കണ്ട ഒരു നിര റോസാ ചെടികളാണിത്. ഓറഞ്ച് ഫ്ലോറിബണ്ട റോസിന് ഒരുപാട് ആരാധകരുണ്ട്. കാരണം അതിൻ്റെ കളർ കൊണ്ടും പിന്നെ അതിൻ്റെ ആ ഒരു ഡബിൾ കളർ കോമ്പിനേഷൻ കൊണ്ടും അത് ഭയങ്കര അട്രാക്റ്റീവാണ്. നമ്മൾ ഈ അടുത്തൊരു വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ഒരു പൂവിൻ്റെ 2 കളറും, അതായത് പെറ്റലിൻ്റെ അടിഭാഗത്തുള്ള ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡും അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്ട്രൈപ്സ് റോസ് ആണെങ്കിലും ആ 2 കളറും ഒരേപോലെ വിസിബിൾ ആകുമ്പോഴാണ് ആ ഒരു കുലപ്പൂവിന് കാണാൻ വളരെയേറെ ഭംഗി എന്നുള്ളത്. അതിനെ അന്വർത്ഥമാക്കുന്ന ഒരു വെറൈറ്റിയാണ് നമ്മുടെ ഈ ഒരു ഓറഞ്ച് ഫ്ലോറിബണ്ട റോസ്. ഇതിനെ ജഡിക ഓറഞ്ച് എന്ന് വിളിക്കുന്നത് നമ്മുടെ തമിഴ് സെല്ലേഴ്സാണ്. അതുപോലെയാണ് അവർ സെയിലിന് പറയാറുള്ളത്. അവർക്ക് എളുപ്പത്തിന് അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയും നമ്മളിപ്പോൾ ജഡിക ഓറഞ്ച് എന്ന് പറഞ്ഞ് ശീലമായിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഓറഞ്ച് ഫ്ലോറിബണ്ട തോട്ടം. ഇത് കണ്ടാൽ ഈ തോട്ടത്തിൻ്റെ അടുത്തൂടെ പോകുന്ന റോഡിലൂടെ പോകുമ്പോൾ ആരായാലും ഒന്ന് നോക്കും, തീർച്ചയായിട്ടും അവിടെ ഇറങ്ങി നിന്ന് നോക്കും. ഞാൻ അവിടെ ഇറങ്ങി നിന്നു, അവിടെ ചെന്ന് അനുവാദം ചോദിച്ചു വീഡിയോ എടുത്തോട്ടെ എന്ന്. അങ്ങനെ ഞാൻ വീഡിയോ എടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു 10-40 ചെടിയോളം ഇതുണ്ടാകും എന്ന് ഞാൻ കണക്ക് കൂട്ടുന്നു. ശരിക്കും ഞാനിത് എത്ര കവർ ചെടികളുണ്ട് എന്ന് ഞാൻ നോക്കിയില്ല. എന്തായിരുന്നാലും ഇതിങ്ങനെ നിരത്തി വെച്ചിട്ട് ഇങ്ങനെ വളർത്തി ബുഷാക്കി വെച്ചിരിക്കുകയാണ്. 5 ലിറ്റർ പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഇതിൽ നിന്നും സ്റ്റെംസ് കട്ട് ചെയ്തിട്ടാണ് ഇവർ ബഡ്ഡിങ് ചെയ്യാറുള്ളത്. നമ്മളെല്ലാ പർച്ചേസിലും ഓറഞ്ച് ഫ്ലോറിബണ്ട റോസുകൾ കൊണ്ടുവരാറുണ്ട്. ഇത്തവണയും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഓറഞ്ച് ഫ്ലോറിബണ്ട റോസിൻ്റെ പ്രത്യേകതകൾ, അവർ മീഡിയം സൈസ് ഫ്ലവേഴ്സാണ്. ഒരുപാട് ദിവസങ്ങൾ ഈ ഫ്ലവർ നിൽക്കാറുണ്ട്. ഡച്ച് വെറൈറ്റികൾ പോലെ ഇതിൻ്റെ ഫ്ലവേഴ്സിൻ്റെ പെറ്റൽസിന് നല്ല ഹാർഡ്നെസ് ആണ്, അതായത് കുറച്ച് അത്ര സോഫ്റ്റ് അല്ല. അപ്പോൾ ഇതിൻ്റെ പെറ്റലിൻ്റെ അടിഭാഗത്ത് ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡാണുള്ളത്. അതുപോലെ തന്നെ ഇത് ബഞ്ചസ് ആയിട്ട് പൂക്കുന്ന ഒരു സൂപ്പർ സുന്ദരി റോസാണ്. ബഞ്ചസ് ആയിട്ട് പൂക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇത് ഒരുപാട് പേർക്ക് എൻ്റെ അടുത്ത് ചോദിച്ചു വരുന്ന ഒരു റോസ് വെറൈറ്റിയാണ്. അപ്പോൾ നിങ്ങൾ ഈ തോട്ടം കണ്ടിട്ട് എന്താണ് തോന്നുന്നത്? ഇതേപോലെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലും ഓരോരോ റോസുകൾ ഇങ്ങനെ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയിരുന്നുവെങ്കിൽ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും അല്ലേ? അത് ഞാൻ വളരെ കൃത്യമായി മനസ്സിലാക്കിയത് എൻ്റെ മനസ്സിൽ അങ്ങനെ തോന്നി. അതുകൊണ്ട് നിങ്ങളും റോസ് ലവേഴ്സാണ്, നിങ്ങൾക്കും അത് തോന്നും എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഈ ഒരു കാഴ്ചയൊക്കെ നേരിട്ട് കാണാൻ അവസരം തന്ന ദൈവത്തിന് നന്ദി. നിങ്ങൾക്കും ഒരുപാട് നന്ദി. കാരണം നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്നും പ്ലാന്റ്സ് വാങ്ങിക്കുന്നത് കൊണ്ടാണ് എനിക്ക് വീണ്ടും ഇങ്ങനെയുള്ള കാഴ്ചകളെല്ലാം പോയി കാണാൻ സാധിക്കുന്നത്. കണ്ടാലും മതിയാകാത്ത ഒരുപാട് കാഴ്ചകളുണ്ട്. അതിലേറ്റവും മനോഹരമാണ് ഇതുപോലെ പൂക്കളുടെ അരികിലൂടെ ഇങ്ങനെ നടന്ന് അവരെ കാണുക എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ടോപ്പിക്ക് ഈ ഒരു പൂക്കൾ കാണിക്കുക എന്നുള്ളതും, അതുമാത്രമല്ല ഈ ഒരു ഫ്ലവർ നമുക്കിപ്പോൾ, അതായത് ഇതിൻ്റെ പ്ലാന്റ്സ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ് എന്നുള്ളത് നിങ്ങളെ അറിയിക്കുക എന്നുള്ളതും കൂടിയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റ്സിൻ്റെ സൈസ് ഒന്ന് കണ്ടിട്ട് വരാം. ഇതാണ് ഓറഞ്ച് ഫ്ലോറിബണ്ട വെറൈറ്റിയുടെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റ് സൈസ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ചെടികളാണ്, പൂക്കളോടും മുട്ടുകളോടും കൂടിയിട്ടുള്ള ചെടികളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ വിലയും ബാക്കി കാര്യങ്ങളും നമ്മൾ കാറ്റലോഗിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർ ഒന്ന് കണ്ടു നോക്കൂ. ഇതുപോലെ മനസ്സ് നിറയ്ക്കുന്ന കാഴ്ചകൾ നിങ്ങൾക്ക് വേണ്ടി ഇനിയും കൊണ്ടുവരാൻ വേണ്ടി ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും അതുപോലെ നിങ്ങളുടെ സജഷൻസും നിങ്ങൾ എനിക്കൊന്ന് എഴുതി അറിയിക്കുക കമൻറ്റ് സെക്ഷനിൽ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ്, പൂക്കളും ചെടികളും ഇഷ്ടമുള്ള നിങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കും ഫാമിലി മെമ്പേഴ്സിനും നിങ്ങൾ അയച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റ്സിൻ്റെ സൈസ് നമ്മൾ കണ്ടു. നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ എത്രയും വേഗം മെസ്സേജ് ഇടുക. അതുപോലെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ പ്ലാന്റ്സ് വെറൈറ്റീസും നമ്മൾ കാറ്റലോഗിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർ ഒന്ന് കണ്ടു നോക്കൂ.
ഇനിയും ഇതുപോലെ മനോഹരങ്ങളായ കാഴ്ചകളും വർണ്ണങ്ങളും വിശേഷങ്ങളും വൈവിധ്യങ്ങളുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്രയും വേഗം വരാം. അതുവരേക്കും സ്നേഹപൂർവ്വം ഹാദിയ.